ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഹൈനം ഹെയർ ഓയിൽ. തലയിലെ മുടി കൊഴിച്ചൽ, താരൻ, അകാല നര, മുടി പൊട്ടിപ്പോകൽ, ഉറക്കില്ലായ്മ, ഉന്മേഷക്കുറവ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഹൈനം ഹെയർ ഓയിൽ. 35ലധികം ഔഷധ മരുന്നുകൾ കൂട്ടി ഉണ്ടാക്കിയ എണ്ണയാണിത്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. എല്ലാതെയും ഒരുപാട് ഓർമ്മക്കുറവ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. താരനൊക്കെ മസ്റ്റായിട്ടും പോവും പെട്ടെന്ന് തന്നെ. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. ഉറപ്പാണ്, 100% ഉറപ്പാണ്. വാങ്ങിയവരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. അവർക്കെല്ലാം റിസൾട്ട് കിട്ടിയതാണ്. എൻ്റെ മോളെ തലയിലൊക്കെ ഒരുപാട്, മക്കളെ തലയിലൊക്കെ താരനുണ്ടായിരുന്നു. അവരൊക്കെ മാറി. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, ആണുങ്ങൾ പൊതുവേ അങ്ങനെ ഹെയർ ഓയിൽ അങ്ങനെ ഉപയോഗിക്കലില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡൊന്നും ഉപയോഗിക്കലില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ ഹസ്ബൻഡിൻ്റെ തലയിലൊക്കെ നല്ലോണം താരനുണ്ടായിരുന്നു. ഈ ചീർപ്പിൽ കൂടി തന്നെയാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വരും ആ താരൻ. ഒരു പകർച്ചവ്യാധി പോലെയാണത്. അതുകൊണ്ട് വീട്ടിലെല്ലാവരും ഇത് തെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിൻ്റെ തലയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോഴെങ്കിലും ഞാനിങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരാഴ്ചയിലൊരു ദിവസമൊക്കെ മൂപ്പര് ഒരാഴ്ചയിലൊരു ദിവസവും തേച്ചെന്ന് വരില്ല. ഒരു 2 ആഴ്ചക്കെല്ലാം ഒരു ദിവസം 2 ദിവസമൊക്കെ നിർബന്ധിച്ചാൽ ഒന്ന് തേക്കും. അപ്പോൾ നല്ല മാറ്റമുണ്ട്. മൂപ്പരെന്നെ പറയുക, ബാത്റൂമിൽ എപ്പോഴും മുടി ഇങ്ങനെ കൊയ്യലുണ്ടായിരുന്നു. ഇപ്പം മുടിയൊന്നും അങ്ങനെ ബാത്റൂമിലൊന്നും വീഴുന്നില്ല. കുളിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ട്. താരനൊക്കെ പോയ വഴിയേ ഇല്ല, തീരെ ഇല്ല. വീട്ടിലാർക്കും താരനില്ല. നല്ല മാറ്റം. പിന്നെ വാങ്ങിയവർക്കൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. വാങ്ങിയവരൊക്കെ പിന്നും വാങ്ങുന്നുണ്ട്. അവരൊക്കെ തീരുമ്പോഴൊക്കെ വേഗം വാങ്ങുന്നുണ്ട്. പിന്നെ അവരൊക്കെ വേറൊരു അടുത്തോട് പറഞ്ഞിട്ടൊക്കെ, താരനും മുടി കൊഴിച്ചലാണ് മെയിൻ. പിന്നെ മുടി നീള എന്ന് പറഞ്ഞാൽ, വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞാലാണ് അത് മനസ്സിലാവും. അങ്ങനെ ഒരു മുടി വളരുന്നുണ്ട് എന്നുള്ളത്. പെട്ടെന്നങ്ങ് മുടി വളരുമൊന്നുമില്ല. അത് കുറച്ച്. പക്ഷേ താരനും മുടി കൊഴിച്ചലൊക്കെ പെട്ടെന്ന് നോക്കും. അത് നമുക്ക് റിസൾട്ട് ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ മനസ്സിലാവും. പിന്നെ എൻ്റെ അടുത്തുള്ള പ്രോഡക്റ്റ് സ്കിൻ ഓയിലാണ്. ഇതും ഒരുപാട് തരം ഔഷധ മരുന്നുകൾ കൂട്ടി ഉണ്ടാക്കുന്നതാണ്. നല്ല കമൻറ്റ് തന്നെയാണ്. നല്ല റിസൾട്ടാണ് ഇതിനും. വെയിൽ കൊണ്ടാലുണ്ടാകുന്ന, മുഖത്തുണ്ടാകുന്ന ഒരു കരിവാളിപ്പ്, കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ചുണ്ടിലെ കറുപ്പ്, കഴുത്തിലെ കറുപ്പ് എന്ന് വിചാരിച്ചിട്ട് വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ എങ്കിലും നല്ല മാറ്റം ഉണ്ടാവും. മുഖത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. മുഖം നല്ലൊരു തെളിച്ചുണ്ടാവും. നല്ല ഒരു വൃത്തിയുള്ള നല്ലൊരു മുഖമായിരിക്കും. നല്ല മിനുസവും ഒക്കെ അല്ലേ. ഇതൊക്കെ ഒരു കുറച്ച് സമയം മുഖത്ത് ഒന്ന് പുരട്ടിയിട്ടിട്ട് ഒരു കടലപ്പൊടിയോ ചെറുപയർപ്പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞാൽ മതിയല്ലേ. കുളിക്കുന്നതിൻ്റെ മുന്നേ ആയാലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഒരു 10-20 മിനിറ്റ്. പിന്നെ ഹെയർ ഓയിൽ മിനിമം ഒരു 5 മിനിറ്റെങ്കിലും തലയോട്ടിയിൽ നന്നായി വിരൽ കൊണ്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. മിനിമം ഒരു 3 മിനിറ്റെങ്കിലും തേക്കണം. അത് കുറച്ച് മതി, കുറേ ഒന്നും തേക്കണ്ട. പിന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ആഴ്ചയിൽ 2-3 ദിവസം തേച്ചാൽ മതി. ദിവസമൊന്നും തേക്കണമെന്നില്ല. നല്ല റിസൾട്ട് തന്നെയാണ്. പിന്നെ ഒരു 20 മിനിറ്റെങ്കിലും പിടിപ്പിക്കണം. നമ്മൾ തേച്ച് അന്നേരം തന്നെ കഴുകി കളയുന്നതിലും നല്ലത് ഒരു 5 മിനിറ്റെങ്കിലും, ഒരു 3 മിനിറ്റ്, 5 മിനിറ്റിലെ 3 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം കുളിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ഒരു മെസ്സേജ് അയക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാൻ കൊറിയർ എവിടെയാണെങ്കിലും അയച്ചു തരുന്നതാണ്.